Hi all, welcome back to my YouTube channel. Eid Mubarak, Eid Mubarak. 6 മണിയായപ്പോൾ അയ്മനെ വിളിച്ചോണ്ടിയതാണ് കേട്ടോ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഉറക്ക് തികഞ്ഞിട്ടൊന്നുമില്ല. ഓനെ കുളിച്ച് കുട്ടപ്പനാക്കി ഓൻ്റെ ഡ്രസ്സും ഇപ്പം എൻ്റെ ഷർട്ട് ഉണ്ടായിരുന്നു അയൺ ചെയ്യണം. അപ്പോൾ രണ്ടാളുടെ ഷർട്ട് അയൺ ചെയ്ത് കൊടുത്ത് അയ്മനെ കുളിച്ച് കുട്ടപ്പനാക്കി ഒരുക്കി വിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ആമിന ഉണ്ടായിക്കൂടെ നിലത്ത് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയതായിരുന്നു എനിക്ക് ഞങ്ങൾക്കൊക്കെ എണ്ണ തേച്ചിട്ട് മേലാകെ എണ്ണയൊക്കെ തേച്ച് തന്നിട്ട് കുളിക്കാൻ പോകും. ഞങ്ങളവിടെ ഒരു കുളം ഉണ്ട്, ആ കുളത്തിൽ കണ്ടിട്ട് കുളിക്കാൻ പോവുക. എല്ലാവരും ഇങ്ങനെ ചൂട്ടൊക്കെ കത്തിച്ചിട്ടാണ് പോവുക. സുബൈക്ക് പോവും കുളിക്കാൻ. അങ്ങനെ എന്നിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ടി അറിയാത്തവരൊക്കെ ഫോണിലേക്ക് വിളിച്ചിട്ടും അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഓർമ്മകൾ. വല്ലാത്തൊരു രസമാണല്ലോ ഈ തെക്കുബീറിലുള്ളത്. എനിക്കത് വല്ലാത്തൊരു ഫീലാണ് എൻ്റെ മനസ്സിൽ കിട്ടും. എൻ്റെ വീടിൻ്റെ അവിടെ തെക്കുബീറൊന്നും ചെല്ലില്ല, കാരണം ഇവിടെ മുജാഹിദീങ്ങളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തെക്കുബീറൊക്കെ ചെല്ലണത് കേൾക്കണത് കേട്ടോ. ഈ മാസം കണ്ടാൽ രാത്രി മരിബ് കഴിഞ്ഞാലൊക്കെ ചെല്ലണത് തെക്കുബീർ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ വല്ലാത്തൊരു ഫീലാണ് മനസ്സിക്ക്. അങ്ങനെ അയ്മനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷർട്ട് കുറച്ച് ഇങ്ങനെ ഓവർ സൈസ് ആയതുകൊണ്ട് കൈയോട് മടക്കിയിട്ടൊരു വൃത്തി തോന്നുന്നില്ല. കുറേ അഴിച്ചും മടക്കി ഒരു വിധത്തിൽ ഒരുക്കി വിട്ടിട്ടാ പള്ളിക്ക്. അങ്ങനെ ഓര് പോയിട്ടോ. ഇനി ഓര് വരുമ്പോഴത്തിന് പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തിന് എൻ്റെ കുളിയും പണിയൊക്കെ കഴിഞ്ഞ് സെറ്റാവണം. ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി ഓരിന്നെ കാത്ത് നിൽക്കരുത് എന്നുള്ളതിൽ കേട്ടോ. അങ്ങനെ എനിക്ക് മറ്റേത് അയ്മന് രാവിലെ പ്രത്യേകിച്ച് ചായക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും വിശക്കും. അപ്പോൾ വരുമ്പോഴത്തിന് ചോറുണ്ണാലോ വിചാരിച്ചിട്ട് വേഗം പണിയൊക്കെ സുഗന്ധരിയായി വരുന്നുണ്ട്. ഷൂസൊക്കെ ഇട്ട് ഈദ് മുബാറക് പല്ലൊക്കെ പല്ലമലക്ക് ചേച്ചി പൊങ്ങിക്കണേ. എവിടെ ഇക്ക കുട്ടിക്കൊരു ഓടത്തിക്ക ഉമ്മിക്കാരാവ് വരാ ചെടിയോട് കുട്ടി പല്ല് വരുന്നുള്ളൊരു നമുക്ക് ഫോട്ടോ എടുക്കുക. ഹലോ മോളെ മൈലാഞ്ചി എവിടെ? ഇവിടെ മൈലാഞ്ചി ആളെൻ്റെ മൈലാഞ്ചി എവിടെ? ഇതാ മൈലാഞ്ചി. ഹായ് ഉമ്മിൻ്റെ മൈലാഞ്ചി ഒക്കെ ചോന്ന് കഴിച്ച്. എൻ്റെ മൈലാഞ്ചിയും ചോന്ന് കുറച്ച് നോക്കണം. അപ്പം ഹലൻ്റെ ഫോട്ടോ എടുക്കണം കേട്ടോ. എവിടെ ഹലൻ്റെ മൈലാഞ്ചി എവിടെ? ഇതാ മൈലാഞ്ചി. ഓ മൈലാഞ്ചി ഓ ഇക്കാക്കുണ്ടോ? കാലുമലും ഉണ്ട് അല്ലേ? ഓ എൻ്റെ മൈലാഞ്ചി ചോന്നോണു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വിശക്കുണ്ടായിരുന്നു ചോറിനാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറ് തന്നെയാണ് കേട്ടോ. അയ്മനുണ്ട്, പിന്നെ ജസ്സിൻ്റെ കുട്ടിയുണ്ട്, എൻ്റെ പെങ്ങളെ കുട്ടിയുണ്ട്, ഞാനും ആമിനയും. ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പപ്പടമുണ്ട്, തൈരുണ്ട്, അച്ചാറുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, വെള്ളമുണ്ട്, പായസം ഉണ്ടാകുന്നത് ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. ഒക്കെ പാടം നിരത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആമിന ഒക്കെ ഒന്നാക്കി തരും. ഇപ്പോൾ ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഉമ്മാക്ക് ബിരിയാണി ഒന്നും പറ്റില്ല. ഉമ്മ വെറും ചോറും മോര് കറി ബീഫ് വരട്ടിയത് ചിക്കൻ പൊരിച്ച് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ എല്ലാവരും ഒപ്പിരുന്ന് കഴിക്കണ ഒരു ശീലം ഇവിടെ ഇല്ല കേട്ടോ. വേണ്ടൂർ ഇങ്ങനെ വിളമ്പിത്തുന്നു. പിന്നെ പെരുന്നാക്കായിട്ട് കഴിക്കലുണ്ട്. ഇന്നെന്താവോ ഒറ്റക്കായിപ്പോയി. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ആദ്യം കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് ഭയങ്കര ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണത്. എനിക്കത് ഭയങ്കര ഇപ്പം അതാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണത്. ഇവിടേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ
എന്താ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കട്ടോ, എന്തും ഇപ്പോൾ ചോറെന്നല്ല എന്താണെങ്കിലും. അപ്പോൾ എന്താ എല്ലാവരും ഉള്ള സമയത്ത് ഇപ്പോൾ എന്താണെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉള്ള സമയത്ത് മാത്രം കട്ട് ചെയ്ത് അങ്ങനെ കഴിക്കുക. അങ്ങനെയാണ് നമ്മളവിടെ കഴിക്കൽ കേട്ടോ. ഇവിടെ വന്ന ഉടനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത്. പിന്നെ എനിക്കതാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് കഴിക്കണത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അടിപൊളിയാണ്, നല്ല അടിപൊളിയിൽ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. ബീഫ് ബിരിയാണി അല്ല, മല ബിരിയാണി പൊളിയാണ്, അടിപൊളിയാണ് മല ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെ ഫുഡടി കഴിഞ്ഞു. അയ്മന് കഴിച്ചു. അങ്ങനെയുണ്ട് ബിരിയാണി? അവനെ അടിപൊളി ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി. അയ്മന് ചിക്കനും കൂട്ടിയിട്ടില്ല, ബീഫും കൂട്ടിയിട്ടില്ല. അവന് പല്ലുമ്മ കുടുങ്ങും പറഞ്ഞിട്ട് ചിക്കനും ബീഫൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ പല്ലുമ്മ കുടുങ്ങിയൊക്കെ ഞാൻ എടുത്തുതരാം, കേൾക്കണ്ടേ? ആമിനെ ഇതൊക്കെ ഇവിടെ പപ്പട അഭിഷേകമൊക്കെ നടത്തിയിരുന്നു കേട്ടോ. പാത്രമൊക്കെ എടുത്ത് വെച്ചു, ഷോക്കേസിലാണ് പാത്രങ്ങളൊക്കെ, ചിക്കൻ പൊരിച്ച പാത്രം കേട്ടോ. ഉള്ളെടുത്ത് വലിച്ചിട്ട് വെള്ള ഗ്ലാസ്സും ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ കുറച്ച് പപ്പടം കൊടുത്ത് നിലത്തേക്ക് ഇറക്കിയിട്ട് ഇതൊക്കെ ക്ലീനാക്കി എന്താ പായസം കുടിക്കട്ടെ കേട്ടോ. പായസം കുടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അതതിൻ്റെ ഇടയിൽ മറന്നു. അമ്മനാക്ക് ഉറക്കം വന്നു, അമ്മനാൻ ഉറക്കി. പിന്നെ തറവാട്ടിക്കൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കണം, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ എടുത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക.